അന്ന് നിന്നെ കാണാൻ ആ മഹാലക്ഷ്മി വന്നപ്പോ കാണാൻ പറ്റിയില്ലല്ലോ. അതിനവക്ക് വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ കണ്ണൻ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നെന്ന്. എന്താടാ? വരണ്ടെന്ന് പറഞ്ഞൂടായിരുന്നോ? എടാ, നിന്നെ വാർഡിലേക്ക് മാറ്റുന്നത് ഞാൻ പറഞ്ഞു. അവൻ വിളിച്ചപ്പോ പിന്നെ വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്തിനാ എന്നെ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? ഞാൻ ഐസിലാന്ന് പറഞ്ഞൂടായിരുന്നോ? എടാ, കണ്ണനോട് എനിക്ക് കള്ളം പറയാൻ പറ്റൂടാ. എടാ, അവന് പരിചയമുള്ള ഹോസ്പിറ്റലാ. അവൻ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാ എന്തിനാ കള്ളം പറഞ്ഞെന്ന് എന്നോട് ചോദിക്കത്തില്ലയോ? ഇതിപ്പോ വലിയ ശല്യായല്ലോ. ആ ജാതക ദോഷമുള്ളവള് ഒന്ന് വന്ന് കണ്ടിട്ട് പോട്ടെ മോനെ. നമുക്കവളെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ തൽക്കാലം കണ്ണനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെ, എന്നു മാത്രമല്ല അവന് വരേണ്ട വിദ്യ നിനക്ക് വന്നതെന്ന് അത് കണ്ണനും അറിയാം. അതിന്റെ സിമ്പതി അവന് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ചെലവെല്ലാം അവൻ ചെയ്തോളാന്നാ പറഞ്ഞിരിക്കുന്നേ. എന്ന് മാത്രമല്ല, ഇനിയിപ്പൊ കമ്പനിയിലോട്ടെത്താൻ വൈകിയാലും അവൻ നിന്റെ ശമ്പളം കൃത്യമായിട്ട് എത്തിച്ചെന്നിരിക്കും. അതൊക്കെ എത്ര നാള് തുടരുമെന്ന് കണ്ടു തന്നെ അറിയണം. ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും അവൻ മുടക്കം വരുത്താറില്ലല്ലോ മോനെ. ആ, ഇനിയിപ്പോ എല്ലാം മുടക്കം വരും. അതുപോലെ ഒരുത്തിയാ കൂടെ ഉള്ളത്. അവള് വന്ന ശേഷം ഉണ്ണിയുടെ ലൈഫ് പോലും നന്നായിട്ടല്ലല്ലോ പോകുന്ന. നമ്മുടെ കുടുംബം കുളം തോണ്ടാനായിട്ട് വന്ന പെണ്ണാമ്മ അവള്. പേരിൽ മാത്രം ലക്ഷ്മിയുള്ള മഹാലക്ഷ്മി. എടാ, അമ്മ പറഞ്ഞതുപോലെ ഇത്തവണ അവള് നിന്നെ വന്നൊന്ന് കണ്ടുപോയിക്കോട്ടടാ. അങ്ങനെ അവള് കണ്ടിട്ട് പോയാ ഇനി കാലനയുടെ സഹായം കണ്ണനിൽ നിന്ന് കിട്ടത്തില്ല. ഒരു കാരണവശാലും അവൾ എന്നെ കാണാൻ പാടില്ല. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അവളെപ്പോലെ ഒരുത്തി തന്നെ കണ്ണന്റെ ഭാര്യയായി പോയില്ലെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഞാൻ സാഗറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, എവിടേക്ക് പോകുമ്പോഴും സാഗറിനെയാണ് ഇപ്പൊ വിളിക്കുന്നത്. അതും കമ്പനി ഡ്രൈവറിനെ ഒഴിവാക്കിയിട്ട്. അതിനെന്താ ചേച്ചി, എനിക്ക് ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ തന്നെ എനിക്കും കണ്ണേട്ടനും ഒക്കെ. ഞങ്ങൾക്ക് സാഗറിനെ ഒത്തിരി ഇഷ്ടാ. ഞങ്ങളെന്ന് പറയാതെ മോളെ എനിക്കെന്ന് പറ. ചേച്ചി എന്ന് വിളിച്ചത് വലിയ കഷ്ടമായി പോയോ എന്തോ. ലക്ഷ്മി എന്നോ ലച്ചു എന്നോ വിളിച്ചാൽ മതിയായിരുന്നു. ആ മരം മണ്ടനാണെങ്കിൽ മഹി എന്നാ വിളിക്കുന്നത്. ലച്ചു എന്ന് വിളിച്ചാൽ ഇവർക്ക് കൂടുതൽ ലാളെന്ന് തോന്നും. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഹോസ്പിറ്റലിലേക്ക്. ഏത് ഹോസ്പിറ്റലിലേക്ക്? മേഘേട്ടൻ കിടക്കുന്നില്ലേ, അങ്ങോട്ട് തന്നെ. അല്ല, അതിന് അദ്ദേഹത്തെ ഐസിന്ന് മാറ്റിയോ? ആ, വാർഡിലേക്ക് മാറ്റിയെന്നാ പറഞ്ഞ. അന്ന് പോയപ്പോ കാണാൻ പറ്റിയില്ലല്ലോ. ഇന്ന് ഏതായാലും കാണണം. അയ്യോ, അയാളെ വിളിച്ച് ഈ വിവരം പറയാനും പറ്റിയില്ലല്ലോ. ആ, ഇനി കാണുന്നെങ്കിൽ കാണട്ടെ. ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പോരെ. ഇവിടെ ആക്ടിങ് തകർത്തേ പറ്റൂ. അയ്യോ, ഓ അമ്മേ. അയ്യോ മോനെ, മോനെ എന്താ മോനെ, എന്താ? എന്താന്നറിയില്ല, നല്ല നെഞ്ചുവേദന. അയ്യോ, ആ സമയത്ത് നെഞ്ചിടിച്ചാണോ അവിടെ വീണത്? ഒന്നും അറിയില്ല. അയ്യോ മോനെ, അപ്പോഴേ ബോധം പോയതല്ലേ. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ മോനെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര നെഞ്ചുവേദന. അയ്യോ, അത് നെഞ്ചിനാണോ കഴുത്തിനാണോ കയ്യിനാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അമ്മേ. അമ്മേ, അയ്യോ.
മാമേട്ടാ ഇവന് ഭയങ്കര നെഞ്ചുവേദനയെന്ന്. വേദനയോ? മോനെ മോനെ. മോനെ മേക്ക എന്ത് പറ്റിയടാ? എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റാക്ക് ആണോന്ന സംശയമുണ്ട്. അയ്യോ അയ്യോ എന്നെ ഐസിലാക്കമ്മേ. അയ്യോ എന്റെ നെഞ്ച്. മോനെ അയ്യോ എനിക്ക് വയ്യ. മോനെ അയ്യോ. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് അവിടെ എനിക്ക് തീരെ വയ്യ. അയ്യോ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്ന? പോയിട്ട് വാ. അയ്യോ ഒന്നുമില്ല മോനെ. മോനെ എന്റെ ഹൃദയം നിന്നുപോയി. പേടിക്കണ്ട. അയ്യോ ഒന്നുമില്ല. ഞാനിപ്പോ ചത്തു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.